ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിനെ അനുഗമിക്കുക, രൂത്തിൽ നിന്നുള്ളൊരു പാഠം. അതിൽ നിന്നും ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. രൂത്ത് 1 അധ്യായം 16 വാക്യം. അതിനു രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. പഴയ നിയമത്തിലെ രൂത്തിന്റെ കഥ നാം കർത്താവിനെ എങ്ങനെ പിന്തുടരണം എന്നതിന്റെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. രൂത്തിന്റെ അമ്മായിയമ്മയായ നവോമിയോടുള്ള അവളുടെ അചഞ്ചലമായ പ്രതിബദ്ധത നമ്മെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല, ക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ യാത്രയിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. രൂത്ത് ഒരു വിജാതീയതയും വംശപാരമ്പര്യവുമുള്ള മോവാബിയുമായിരുന്നു. ലോത്തും അവന്റെ മൂത്ത മകളും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൽ നിന്നാണ് മോവാബിയർ ജനിച്ചത്. മോവാബ് എന്ന പേരിന്റെ അർത്ഥം പിതാവിന്റെ സന്തതി എന്നാണ്. ദൈവഹിതത്തിന് പുറത്തുള്ള ഒരു മ്ലേച്ഛമായ പ്രവൃത്തിയിൽ അവരുടെ ഉത്ഭവം ഓർമ്മിപ്പിക്കുന്നു. തൽഫലമായി കർത്താവ് പ്രഖ്യാപിച്ചു, ഒരു അമോനിയനോ മോവാബിയനോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. 10ാം തലമുറ വരെ അവന്റെ സന്തതികളിൽ ആരും എന്നേക്കും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് ഇത് ആവർത്തനം 23 അധ്യായം 3 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. എന്നിരുന്നാലും ഈ നിരസിക്കപ്പെട്ട വംശാവലിയുടെ പിൻഗാമിയായ രൂത്ത് നവോമിയുടെ കുടുംബവുമായുള്ള വിവാഹത്തിലൂടെ ഇസ്രായേലിലേക്ക് പ്രവേശിച്ചു. നവോമിയുടെ ഭർത്താവ് മരിച്ചു. തുടർന്ന് രൂത്തിന്റെ ഭർത്താവും നവോമിയുടെ മറ്റൊരു മകനും മരിച്ചു. അത്തരമൊരു നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ നവോമി മോവാബിൽ നിന്ന് ഇസ്രായേലിലെ തന്റെ മാതൃരാജ്യത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഈ നിർണായക നിമിഷത്തിൽ രൂത്ത് ജീവിതത്തെ മാറ്റിമറിച്ച ഒരു തീരുമാനമെടുത്തു. അവളുടെ സഹോദരി ഭാര്യ ഓർപ്പ നവോമിയെ ചുംബിച്ചു പോയപ്പോൾ രൂത്ത് തന്റെ അമ്മാവിയമ്മയെ പറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇത് രൂത്ത് 1 അധ്യായം 16-17 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. രൂത്തിന്റെ ഉറച്ച ദൃഢനിശ്ചയം വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു. കർത്താവ് അവളുടെ പ്രതിബദ്ധതയെ മാനിക്കുകയും അവൾക്കൊരു പുതിയ ജീവിതം നൽകുകയും ചെയ്തു. രൂത്ത് ദാവീദ് രാജാവിന്റെയും ഒടുവിൽ യേശുക്രിസ്തുവിന്റെയും വംശപരമ്പരയുടെ ഭാഗമായി. ക്രിസ്തുവിന്റെ വംശാവലിയിൽ പരാമർശിച്ചിരിക്കുന്ന 4 സ്ത്രീകളിൽ ഒരാളാണവൾ. ദൈവത്തിന് പൂർണ്ണഹൃദയത്തോടെ തന്നെ അനുഗമിക്കാൻ തീരുമാനിക്കുന്നവരെ എങ്ങനെ വീണ്ടെടുക്കാനും അനുഗ്രഹിക്കുവാനും കഴിയുമെന്നതിന്റെ തെളിവാണിത്. അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ദർശനത്തിൽ സിയോൻ പർവ്വതത്തിൽ 1,44,000 ആളുകൾ നിൽക്കുന്നത് കണ്ടു. അവരെക്കുറിച്ച് ബൈബിൾ പറയുന്നു, കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവർ അവനെ അനുഗമിക്കുന്നു എന്ന്. വെളിപ്പാട് 14 അധ്യായം 4 വാക്യത്തിൽ ഇത് കാണാൻ സാധിക്കും. കുഞ്ഞാടിനെ വിശ്വസ്തയോടെ അനുഗമിക്കുന്നവർ അവനോടൊപ്പം അവന്റെ നിത്യരാജ്യത്തിൽ വസിക്കും. അവൻ അവർക്കായി ഒരുക്കിയിരിക്കുന്ന മഹത്തായതും മഹത്വപൂർണവുമായ സ്ഥലങ്ങൾ ആസ്വദിക്കും. ദൈവമക്കളെ, അചഞ്ചലമായ വിശ്വാസത്തോടെ കർത്താവിനെ അനുഗമിക്കാൻ രൂത്തിന്റെ കഥ നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. നവോമിയെ പറ്റിപ്പിടിച്ചുകൊണ്ട് രൂത്ത് ഇസ്രായേലിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശമാക്കിയതുപോലെ ക്രിസ്തുവിനോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾക്കും നിത്യാനുഗ്രഹങ്ങൾ ലഭിക്കും. അവനെ അനുഗമിക്കുക, കാരണം അവനെ പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുന്നവരെ അനുഗ്രഹിക്കാൻ അവൻ വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോശുവ 14 അധ്യായം 9 വാക്യം. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 3 അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.